വൈദ്യരത്നം കുങ്കുമാതി തൈലം. കുങ്കുമത്തിനൊപ്പം തിളങ്ങട്ടെ സൗന്ദര്യം. ഹൻസികയോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അതെ, ഒരു ടോപ്പിക് ഈ ടൈം സ്റ്റാമ്പ് ഇട്ട് വെച്ചിട്ടതാ കുട്ടിതാ. ഇനി എന്താണ് അഹാനയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹം എന്താണ്? ഒരാഗ്രഹമൊന്നുമല്ല, ബക്കറ്റ് നിറച്ച ആഗ്രഹം. മൂന്ന് പേരും അവരവരുടെ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഹൻസു എന്നായിരിക്കും ഇങ്ങനെ ഒരു പുതിയ ന്യൂസുമായിട്ട് ഇവരെ ഞെട്ടിക്കാൻ പോകും. തീരുമാനിച്ചിരുന്നു എനിക്ക് BTS-ലെ കൊറിയൻ ഒരു ബോയ് ഫ്രണ്ട്. എനിക്ക് അവരെ എല്ലാരും ഒന്നായിട്ടാ തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത്. അമ്മയ്ക്ക് എല്ലാരെയും അറിയാം, ഇത് ജിമിൻ, ഇത് വി, ഇത് ജങ്കു. അമ്മയ്ക്ക് വരെ ഒരു കൊറിയൻ മരുമകൻ വേണം. പണ്ട് ഞാനിങ്ങനെ വീട്ടിൽ തമാശക്ക് പറയായിരുന്നു, എനിക്കൊരു ഡോക്ടറെ കല്യാണം കഴിക്കണം. ഡോക്ടറിനെയാണോ കല്യാണം? അല്ലല്ല, അഹാനയുടെ കൂടെ ആർക്കും കിടക്കാൻ താല്പര്യമില്ല. അതിനൊരു കാരണമുണ്ട് എന്ന് കേട്ടു. എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു പില്ലോ വെക്കണം. അപ്പൊ തന്നെ ബെഡിന്റെ സൈസ് തീരും. ഞാനിങ്ങനെ എന്നെ തന്നെ കംഫർട്ടബിൾ ആക്കിയാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അമ്മു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നോണ്ട് ആ ബെഡിൽ 2-3 പേർക്ക് കിടക്കാം. അമ്മു ഒറ്റ കിടന്ന ബെഡിൽ ഒരാൾക്ക് കിടക്കാൻ പറ്റും. അത്രയും BMW ഒക്കെ ഓടിച്ച് നടക്കുന്നു, പക്ഷെ വീട്ടില് തറയിൽ മെത്തയിട്ടാ കിടക്കും. നമ്മളൊരു സ്ഥലം വൃത്തിയാക്കുമ്പം എല്ലാ കുപ്പയും കൂടി എടുത്ത് എങ്ങോട്ടെങ്കിലും കുത്തിക്കയറ്റി വെച്ച് ജസ്റ്റ് ഇത്ര ഒരു ബ്ലോക്ക് ക്ലീൻ ചെയ്യുന്ന എനിക്ക് പറ്റത്തില്ല. എനിക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥം ഉണ്ടാവും. നമ്മള് 360 ഡിഗ്രി ആയിട്ട് അത് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് പ്രാന്ത് എനിക്ക് ഉണ്ട്. സത്യത്തിൽ ഇപ്പൊ ഈ അഹാന വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള അമ്മു ഇപ്പൊ എത്തും, അയ്യോ സാധനങ്ങള് അതടക്കാറുണ്ട്. എന്റെ മിക്സി, എന്റെ ഗ്രൈൻഡർ, അതാണ്. ഇപ്പൊ ചേച്ചി അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ പരിപാടികളിലും ഒരു ശ്രമം നടത്തിയാലോ എന്ന് ചിന്തിക്കാറുണ്ടോ? അതിന് കഴിവ് വേണമല്ലോ. നമ്മൾ ചുമ്മാ ആലോചിച്ചാൽ മാത്രം പോരല്ലേ. എനിക്കിപ്പോ അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മൂന് അത് ഉണ്ടെന്ന് അമ്മു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തോന്നലിൽ നിന്ന് പൂക്കളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഡിറക്ഷൻ കുറച്ച് എളുപ്പമായോ? എനിക്ക് തോന്നൽ ചെയ്യുമ്പം കാര്യങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയോ, എനിക്ക് പൂക്കൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രോമിനന്റ് ഡിഫറൻസ് ഇല്ല. അന്ന് ഹൻസികയോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അതെ, ഒരു ടോപ്പിക് ഈ ടൈം സ്റ്റാമ്പ് ഇട്ട് വെച്ചിട്ടതാ കുട്ടിതാ. അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇത് എപ്പോഴും കേട്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. അയ്യോ, ഐ തിങ്ക് ദ മോസ്റ്റ് ഇൻസെക്യൂർ പേഴ്സൺ. അവളെ കാണാൻ നല്ലതാണെന്നല്ല അവള് വിശ്വസിക്കുന്നത്. അവളെപ്പോഴും അവളുടെ കുറവുകൾ, അയ്യോ എനിക്ക് ഇവിടെ കുരു വന്നു, അങ്ങനെ അവളെ സ്വയം ഒരു സുന്ദരിയായിട്ടല്ല കാണുന്നത്. ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ ചിലര് അവര് സ്വയം ഭയങ്കര ഭംഗിയാണെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിലൊരു ഭംഗിക്കുറവ് തോന്നും. പക്ഷെ അങ്ങനെ തോന്നാത്തപ്പം ഭയങ്കര നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ ക്യൂട്ടായിട്ട് തോന്നും. അങ്ങനെ ഒരു ഹൻസുവിനെ കുറിച്ചുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഹൻസുവിനെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഒരു ചില സമയങ്ങളിൽ ഭയങ്കര ഒരു പാവമാണ്, ഭയങ്കര ഫണ്ണിയാണ് ഹൻസു. ലൈക്ക് ഒരു ഭയങ്കര, ഞാൻ നേരത്തെ ജോക്കറാന്ന് പറഞ്ഞാൽ ഹൻസു ഭയങ്കര നമ്മളെ ചിരിപ്പിക്കുന്ന, കോമഡി കാണിക്കുന്ന, മറ്റേ എന്താ പറയാ, നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ. ഇപ്പൊ നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ പണ്ടിപ്പം അതിലെ കൊമേഡിയൻസ് ഇല്ലേ, അവർ പലതും കാണിച്ച് നമ്മളെ ചിരിപ്പിക്കത്തില്ലേ, അതുപോലെ ഹൻസു ഒരുപാട് കോപ്രായവും കോമഡിയും വീട്ടിൽ കാണിച്ച് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളാണ് ഹൻസിക. ലൈക്ക് വീട്ടിന്റെ ഒരു മെയിൻ, ഹൻസ് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വീട്ടിലൊരു മൂഡ് ഓഫ് ഉണ്ടാവും. ഹൻസ് ഭയങ്കര ഗുഡ് മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ മൊത്തത്തിൽ ഒരു ചിരിയും കളിയും കൂടുതലായിരിക്കും. അഹാന ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ, ഒരു പകുതി പണി പൂർത്തിയായ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടല്ലോ. അതെന്താണെന്ന് ഗസ് ചെയ്യാനായിട്ട് നമ്മളോടൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതെന്താണ്? ഞാൻ മറ്റേ ഒരു വീഡിയോ, അത് ഞാനൊരു ഫ്ലാറ്റ് മേടിച്ചു, അതിന്റെ പണി നടന്നോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്തെത്ര ഗസ് ചെയ്യാൻ? അതെന്താ, അത് ഭയങ്കര കാര്യല്ലേ? എടാ അഹാന മറ്റേ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങണമല്ലോ, 30 വയസ്സായില്ലേ, എന്തെങ്കിലും വീട്ടിൽ നിന്നൊക്കെ. ഇനി എന്താണ് അഹാനയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹം എന്താണ്? ഒരാഗ്രഹമൊന്നുമല്ല, ബക്കറ്റ് നിറച്ച ആഗ്രഹം.
ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇമീഡിയറ്റ് ആഗ്രഹമായിട്ട് ഇപ്പൊ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് ഒരു നല്ലൊരു കിടിലം സിനിമയിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു ക്യാരക്ടർ അഭിനയിക്കണം എന്നുണ്ട്. കാരണം കുറച്ച് നാളായി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹമുണ്ട്. ഹൻസുവിന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹം എന്താണ്? ഒരു BTS കോൺസേർട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അല്ലാതെ ഇപ്പൊ നടക്കുക, അവരുടെ വേൾഡ് ടൂർ നടക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു BTS എന്ന് പറഞ്ഞ ബാൻഡിന്റെ ഭയങ്കര ഫാനാണ് ഞാനും ഇഷാനിയും അമ്മയും. ഇവരെ കാരണം അമ്മ ഫാനായി. അവരുടെ അമ്മയ്ക്ക് അവരെ എല്ലാരെയും അറിയാം. എനിക്ക് അവരെ എല്ലാരെയും ഒന്നായിട്ടാ തോന്നുന്നത്. അമ്മയ്ക്ക് എല്ലാരെയും അറിയാം. ഇത് ജിമിൻ, ഇത് വി, ഇത് ജങ്കു. അറിയാലോ പേരറിയാം, എനിക്ക് ആരാന്നറിയില്ല. അങ്ങനെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ആണ്. അത് കൂടാതെ ഒരു ലോങ് ടേം ഗോൾ എന്താണുള്ളത്? എനിക്ക് കുറെ കാലമായിട്ട് ഞാൻ ജിമ്മിൽ പോകണമെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷെ കോളേജ് കാണാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിപ്പോ എനിക്കിപ്പോ കോളേജ് തീർന്നിട്ടേ അത് പറ്റുമായിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സോ അതാണ് എന്റെ നമ്മൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിച്ചു. അപ്പൊ ഇനി സത്യത്തിൽ ഇനി കല്യാണം എപ്പോഴുണ്ടാവും? നമ്മളൊരു ഫ്ലാറ്റും കാറും വാങ്ങിച്ചാൽ കല്യാണം ഒരിക്കലും നെക്സ്റ്റ്. കാരണം നമ്മുടെ ലൈഫില് ഒരു അച്ചീവ്മെന്റ് അല്ല കല്യാണം. അത് ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു. ഞാൻ അതിന് കാരണം ഒരാളൊരു കല്യാണം കഴിച്ചു എന്ന് വെച്ച് എന്തിനാണ് ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ആൾക്കാർ കൺഗ്രാജുലേഷൻ എന്ന് പറയുന്നതൊക്കെ ഞാൻ വിചാരിക്കും. വാട്ട് ഇസ് ദ ബിഗ് ഡീൽ അബൌട്ട് ഇറ്റ്? ഓക്കെ, യു ഫൈൻഡ് എ ലൈഫ് പാർട്ട്ണർ ആൻഡ് യുനോ നമ്മൾ അതിനെ ഒരു പരിപാടി നടത്തുന്നത് തീരുന്നു. അല്ലാതെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ ഒരാളുടെ ലൈഫിൽ ഒരു പുതിയ ഡൈമെൻഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്തോ അച്ചീവ് ചെയ്തിരിക്കുന്നു എന്ന ഒരു തോട്ട് പ്രോസസ്സേ ഇല്ലാത്തൊരു. ഞാൻ കല്യാണത്തിന് എതിരല്ല, പക്ഷെ ഇപ്പൊ ഞാനൊരു ഐസ്ക്രീം കഴിക്കുന്നു, അതിനാരെങ്കിലും കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നു. പക്ഷെ അതിനെ നമ്മൾ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാക്കുന്നതിനോട് എനിക്ക് വലിയൊരു ഇതില്ല. ഇതേ കാര്യം ഞാൻ എന്റെ വീട്ടിൽ പറയായിരുന്നേ. അമ്മേ, ഞാൻ കല്യാണം കഴിച്ചതോ ഒരു കരിയർ ഒന്നുമല്ല, ഒരു കൊച്ചുണ്ടായതോടുകൂടിയാണ് അമ്മ എന്റെ ജീവിതം മൊത്തം മാറി. അവിടെ കല്യാണത്തിനോടൊന്നും എതിരൊന്നുമല്ല, അതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കേണ്ട സമയത്ത് തന്നെ സംഭവിക്കും. പക്ഷെ കാറും ഫ്ലാറ്റും വാങ്ങിയത് കൊണ്ടല്ല കല്യാണം കഴിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വേറെ, ഇതുവരെ നമ്മളോട് ആരോടും കല്യാണം കഴിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു നോർമൽ കാര്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ കാണുന്നത്. ഒരാൾക്ക് തോന്നുമ്പോ മറ്റു പല കാര്യങ്ങളും പോലെ തോന്നുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ. പക്ഷെ ഭയങ്കരമായി പ്രൈവറ്റ് ആക്കി വെക്കാൻ ആ ലൈഫ് ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെയധികം പബ്ലിക്കായി പോകുന്നതിൽ വിഷമമുണ്ടോ? ഇല്ല, വിഷമമൊന്നുമില്ല. അത് ഇതിന്റെ ലൈഫിന്റെ ഭാഗമാണ്. മൂന്ന് പേരും അവരവരുടെ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഹൻസു എന്നായിരിക്കും ഇങ്ങനെ ഒരു പുതിയ ന്യൂസുമായിട്ട് ഇവരെ ഞെട്ടിക്കാൻ പോകുന്നു? എന്തായാലും അടുത്ത കാലത്തൊന്നും നോക്കിയിട്ട് കാര്യേ ഇല്ലെന്ന്. ഇല്ല, അത് എവിടെ നിന്നെങ്കിലും ഇന്ന സ്ഥലത്തുനിന്ന് ഒരു പാർട്ട്ണർ ഉണ്ടായാൽ നല്ലതായിരുന്നു എപ്പോഴെങ്കിലും. ഇല്ല, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറയാം. ഇടയ്ക്ക് ഇവള് തീരുമാനിച്ചിരുന്നു എനിക്ക് BTSലെ കൊറിയൻ ഒരു ബോയ് ഫ്രണ്ട്. അമ്മയ്ക്ക് വരെ ഒരു കൊറിയൻ മരുമകൻ വേണം. അമ്മ അങ്ങനെ പറയുമായിരുന്നു. അമ്മ അങ്ങനെ പറയും, ഹൻസു കൊറിയയിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കോമഡിക്കേ പറയണ്ടുള്ളൂ. എനിക്ക് ഞാൻ ഇപ്പൊ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ബിക്കോസ് നമുക്കറിയില്ലല്ലോ നമ്മുടെ ലൈഫിൽ ഹൂ ഇസ് ദ റൈറ്റ് പേഴ്സൺ ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പഴേ തീരുമാനിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തെങ്കിലും എന്നാലും നമ്മളൊരു കോളേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതെന്താണ് എന്റെ എക്സ്പെക്ടേഷൻ? ഒരു പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം തോന്നുന്നില്ല. അയ്യോ, അറിഞ്ഞൂടാ. നമുക്ക് ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കോളേജ് കഴിഞ്ഞുകൊണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടായിക്കൂടെയെന്നോ? അല്ലല്ല, വേണം എന്നുള്ളൊരു തോട്ട് ഉണ്ടോ? ഏത് തരത്തിലുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ നിന്നുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കാൻ? പണ്ട് ഞാനിങ്ങനെ വീട്ടിൽ തമാശക്ക് പറയായിരുന്നു, എനിക്കൊരു ഡോക്ടറെ കല്യാണം കഴിക്കണം. അല്ലല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് എന്തൊരാളെ എങ്ങനെ ഇരിക്കണം എന്ന്, അങ്ങനെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി, ഗുഡ് ഹാർട്ട് ഉള്ള, മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു നല്ലൊരാള്. അങ്ങനെ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും വരുമായിരിക്കും, നോക്കാം. അപ്പൂപ്പന്റെ മരണം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തളർത്തിയ ഒരു സിറ്റുവേഷൻ തന്നെയാണെങ്കിലും സോഷ്യൽ മീഡിയ അത് വേറെ രീതിയിലൊക്കെ എടുത്തു, നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ഒരു കമന്റിന് മാത്രം മറുപടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അഹാനനെ എത്തിച്ചത് എന്തായിരുന്നു? അതെനിക്ക് തോന്നുന്നു, ഞാൻ അതായിരുന്നു ഫസ്റ്റ് കണ്ട കമന്റ്. പലപ്പോഴും പലരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇപ്പം മരിച്ചൊക്കെ കഴിയുമ്പം കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം അതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ അത് വെച്ച് എന്തോ മൈലേജ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിനെ
വെച്ച് പ്രയോജനപ്പെടുത്തുന്നു എന്നൊന്നുമല്ല. ഇപ്പം ഒരുപാട് പേർക്ക് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉള്ളപ്പോൾ നമ്മളൊരു ഡയറി എഴുതില്ലേ, ആ സ്വഭാവം നമുക്കൊക്കെ നമ്മുടെ ജനറേഷനിൽ നമുക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡയറി എഴുതുന്നു, ഈ അങ്ങനത്തെ ജേർണൽസ് കീപ്പ് ചെയ്യുന്ന പോലെ ഇന്ന് ഒരുപാട് പേരുടെ an extension of their personality ആണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, എ പ്ലേസ് where they express their emotions. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പം അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം എക്സ്പ്രസ് ചെയ്യുമ്പോൾ മേ ബി ദേ ഫീൽ ലൈറ്റർ. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. അപ്പം അമ്മ അതേപോലെ എന്തോ ഓമിയുടെയും അപ്പൂപ്പൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഏതോ ഈ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക ഡ്രീം ക്യാച്ചർ 1 2 3 പോലത്തെ ഒരു അക്കൗണ്ട് ആയിരുന്നു. വന്നിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഇതും വിറ്റ് കാശാക്കും എന്നങ്ങാണ്ട് പറഞ്ഞപ്പം അതിനിപ്പോൾ ഒരു മറുപടി കൊടുക്കാൻ അർഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക്, കാരണം ഞാൻ എന്നെ ഹോൾഡ് ബാക്ക് ചെയ്യാറില്ല. അതായത് ഞാനൊരു പോപ്പുലർ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ മറുപടി ഒന്നും കൊടുക്കാൻ നിൽക്കുന്നത്. ഐ ഡോണ്ട് എന്താ പറയുക ഡിനൈ മൈസെൽഫ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു നോർമൽ എല്ലാ ഇമോഷൻസും ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ ഇച്ചിരി പോപ്പുലർ ആണെന്ന് വെച്ച് ഞാൻ എന്നാൽ പിന്നെ മിണ്ടാതിരിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരാളൊന്നും. ഞാൻ എന്തെങ്കിലും പറയാൻ തോന്നിയാൽ ഞാൻ അപ്പം തന്നെ പറയും. അത് നാളെ ഇനി വിവാദമാവുകയാണെങ്കിൽ വിവാദമാവട്ടെ. കാരണം ഞാൻ മറ്റൊരാളെ ഉപദ്രവിക്കാത്തടത്തോളം ഞാൻ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെന്തോ പിച്ചുമ്മയും പറഞ്ഞപ്പോൾ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു, അതത്രേ ഉള്ളൂ. അല്ലാതെ ഞാനത് മനസ്സിൽ കൊണ്ട് ഫീലായി പറഞ്ഞൊന്നുമല്ല. ഒരു ചൊറി കമന്റ് കണ്ടപ്പോൾ കൊടുക്കാനുള്ളത് കൊടുത്തു എന്ന് മാത്രം, അത്ര തന്നെ. അല്ലാതെ അതിനുശേഷം പിന്നീട് വേറെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉണ്ടായോ? ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അത് ഒരാള് വന്ന് ചോദിച്ചു, കിട്ടിയോ ഇല്ല, ചോദിച്ചു മേടിച്ചു, അത് അത്ര തന്നെ. പറയാനുള്ളത് പറഞ്ഞു. ഇപ്പൊ അവർക്ക് അത് കേട്ടിട്ട് വലിയ ഫീലൊന്നും ആയി കാണത്തില്ല. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രവണതയുള്ള ഒരുപാട് പേരുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇത് എൻ്റെ കമന്റിന്റെ താഴെ വന്നാൽ എൻ്റെ പോസ്റ്റിൽ കമന്റ് ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് ഫീൽ ആവില്ല. പക്ഷെ ഇപ്പൊ അമ്മയുടെയോ അങ്ങനെ ആരുടെയെങ്കിലും ഒരു കമന്റ് വരുമ്പോൾ എനിക്കത് എക്സ്ട്രാ ഫീൽ ആവും. തിങ്കിങ് അയ്യോ അവർക്ക് ഫീൽ ആകുമോ, അപ്പൊ ഞാൻ അവർക്ക് ഫീൽ ആകാൻ ഒരു ചാൻസ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ അതങ്ങ് പ്രതികരിക്കും. അപ്പൊ അതങ്ങ് മൈനസ് ആയി പോവുമല്ലോ. അങ്ങനെ അത് പിന്നെ ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ വരുന്നു. ഇപ്പൊ നമ്മള് അത് സ്ഥിരമായി കാണുന്നതാണ്. വേണ്ടാധീനം എന്ന് പറയാന്നുള്ളത് ഒരുപാട് പേരുടെ ഒരു ഹോബിയാണ്, ഒരു പ്രൊഫഷൻ, പാഷൻ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഐ മീൻ അപ്പൂപ്പന്റെ ഇത് എങ്ങനെയാ അമ്മു, അതായത് ഇത്രമാത്രം വീഡിയോസ് ഒക്കെ അപ്പൂപ്പന്റെ അടക്കം കയ്യിലുണ്ടാവുന്നേ? അതീ പറഞ്ഞ ഇത്രയും വീഡിയോസ് ഹൻസികയുടെ കയ്യിലുണ്ടോ? അതോടെ ചോദിക്കട്ടെ. അതാണ് സ്റ്റോറേജ് ഇല്ല. അതെ അത് അമ്മുവിന്റെ ഒരു ഗുണം. ലൈക്ക് അമ്മു എന്ത് നടക്കുവാണെങ്കിലും ഒരു മൊമെന്റ് എപ്പോഴും അമ്മു പോലും ഓർക്കാതെ അവൻ ക്യാപ്ചർ ചെയ്യും. നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ അന്ന് ആ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മുവിന്റെ ഫോണിൽ കാണും ആ ഫോട്ടോ. അപ്പൂപ്പന്റെ കൂടെ ടി വി ഒക്കെ ഇരുന്ന് കാണണമെങ്കിൽ ഞാനും അപ്പൂപ്പന്റെ കൂടെ കുറെ ടി വി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പം മറ്റേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അമ്മൂന് അങ്ങനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്കിൽ എപ്പോഴും ഉണ്ട്. അമ്മു ഇങ്ങനെ ഓർക്കും ഓക്കെ ഐ ഷുഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട് എല്ലാ കുറേ നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവസാനം ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ. അത് എൻ്റെ ബ്രെയിൻ ഒരു പോസിറ്റീവ് ഓർ ഒരു നെഗറ്റീവ് സെൻസിൽ ഇങ്ങനെ വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞപ്പം പ്രായമുള്ള ഒരാളുടെ കൂടെ അല്ലെ ഏതൊരാളുടെ കൂടെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു നല്ല മൊമെന്റ് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ മനുഷ്യരല്ലേ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവില്ലേ, അപ്പം അയ്യോ അപ്പം എനിക്കിത് ഓർത്തിരിക്കണ്ടേ, എനിക്കിത് വീണ്ടും ഈ മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നിയാലോ, അങ്ങനത്തെയൊക്കെ ഒരു വിയേർഡ് തോട്ടിലും കൂടിയാണ് ഞാൻ ഇടയ്ക്ക് ചിലതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അതിന് നമുക്കൊരു കംഫർട്ട്. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒരാൾ സംസാരിക്കുന്ന ഒരാൾ ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ദി വെരി അലൈവ്. സോ എൻ്റെ ഈ വക തോട്ട്സ് ഒക്കെ തന്നെയാണ് ആക്ച്വലി ഈ പൂക്കൾ വീഡിയോ. ആക്ച്വലി അത് വളരെ ഒരു ഫിക്ഷണൽ തോട്ട് അല്ല, അതിൽ കാണുന്ന ആള് ഞാൻ തന്നെയാണ് ആക്ച്വലി. ബിക്കോസ് ഐ എം ഓൾവേസ് ക്യാപ്ചറിങ് സംതിങ് ഓർ ദി അതർ. കാരണം മനുഷ്യരാണ്, അറ്റ് വൺ പോയിന്റ് ദേ ഹാവ് ടു ലെറ്റ് ഗോ. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഈ മെമ്മറീസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതിന് നമുക്കൊരു കംഫർട്ട് തരാൻ പറ്റും. പക്ഷെ ഒരു ടാഞ്ചിബിൾ വസ്തുവായിട്ട് നമ്മുടെ മുന്നിൽ അത് ഉള്ളപ്പം അത് ശരിക്കും നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരാളാണല്ലോ. സിനിമ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഞാൻ ലൂക്ക മൂവിയിലായിരുന്നു അമ്മുവിൻ്റെ കുട്ടിക്കാലം. ആക്ച്വലി അന്ന് ഞാൻ സ്കൂളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നു നമുക്ക് കൊച്ചി വരെ പോകേണ്ടി വരും അമ്മുവിൻ്റെ മൂവിയിൽ നമുക്ക് ചൈൽഡ്ഹുഡായിട്ട് കാണിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, എന്നെ പിടിച്ചോണ്ട് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു, 3 സീൻസ് എന്തോ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സീൻ എന്തോ ഞാൻ ഇങ്ങനെ എവിടെയായിരുന്നു ഇങ്ങനെ പടം വരച്ച് കുറച്ച് പിള്ളേരൊക്കെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണിക്കുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പോൾ എനിക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നു അമ്മ വെച്ചിട്ടുള്ള പോലത്തെ കണ്ടു. അപ്പോൾ എനിക്ക് കണ്ണാടി കിട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അത് ആ റോളിന് ആപ്റ്റായിരുന്നു. ഫസ്റ്റ് ഡേ ആ ഒരു ഷോട്ട് എടുത്തപ്പോൾ എന്താ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എന്തോ ഓക്കെ ആയി. അപ്പോൾ ഇങ്ങനെ അമ്മ എന്തൊക്കെയും പറയായിരുന്നു, നന്നായി ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തായിരുന്നു ഞാൻ അപ്പോഴും ചെയ്യണേന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് ആദ്യമായിട്ട് ഒരു ഫിലിമിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് അത്. പിന്നെ ഒരു കരയുന്ന ഷോട്ട് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അതൊന്നും
ഞാൻ അവിടെ ഇരുന്നു, എൻ്റെ അടുത്ത് എന്തോ കരയാൻ പറയും, ഞാൻ കരഞ്ഞു. അത് അങ്ങനെ ഒരു പേടിയാവുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. പിന്നെ അത് മൂവിയിൽ കണ്ടപ്പോഴും പിന്നെ ആൾക്കാർ എന്നെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഐ വാസ് ഹാപ്പി. അന്ന് ആ ഒരു പ്രായത്തിൽ ഇപ്പം അമ്മൂൻ്റെ ചൈൽഡ്ഹുഡായിട്ട് ആരെങ്കിലും വെക്കാമായിരുന്നു, പക്ഷെ വി ലുക്ക് സോ സിമിലർ. എന്നെ വെച്ചത് പിന്നെ ആലോചിച്ചപ്പോൾ നന്നായി. അന്ന് ഞാൻ വല്ല പ്രശ്നം ഉണ്ടാക്കി നോന്നോലും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹൻസുവിന് അത്രയും അതിനെക്കുറിച്ച് പറയാനുള്ള രീതിയിൽ ഹൻസു ഇപ്പോഴും ആരെന്ത് പറയുന്നു അത് ചെയ്യുന്നു. അത്രയും അങ്ങനെയാണ്, ആ മൂഡിലാണ് ഹൻസു ഇപ്പോഴും. അല്ലാതെ അതിനെപ്പറ്റി ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്നുമില്ല. പക്ഷെ മറ്റൊരു സിനിമ ഉടൻ വരുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻസ് ഒന്നും വരാത്തത് കൊണ്ടും, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഞങ്ങളത് മിണ്ടാതിരിക്കാം. അല്ലെങ്കിൽ എല്ലാരും എന്നോട് പറയും മണ്ടി ഒന്നും അറിഞ്ഞില്ലേ എന്ന്. അതെ അതെ, കറക്റ്റ് ഒരു ടൈം ആവുമ്പോ അതിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അല്ലേ? പക്ഷെ അതെ, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇനി കുറച്ചു കാലം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ടോ? ഇപ്പൊ ചേച്ചി അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, ഇതുപോലെ എല്ലാ പരിപാടികളിലും ഒരു ശ്രമം നടത്തിയാലോ എന്ന് ചിന്തിക്കാറുണ്ടോ? അത് അങ്ങനെയില്ല, ബിക്കോസ് അതിന് കഴിവ് വേണമല്ലോ. നമ്മൾ ചുമ്മാ ആലോചിച്ചാൽ മാത്രം പോരല്ലേ. എനിക്കിപ്പോൾ അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മൂന് അത് ഉണ്ടെന്ന് അമ്മു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യും, ഓക്കെ എനിക്കതിൽ കഴിവുണ്ടോ ഇല്ലേ എന്നുള്ള. ആക്ടിങ്ങിൽ തന്നെ എനിക്ക് കഴിവുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പക്ഷേ ആഗ്രഹമുണ്ട്, കഴിവുണ്ടോ ഇല്ലേന്ന് വേണ്ടിയിട്ട് വി ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഹൻസുവിനെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? എനിക്കങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അല്ല ലൈക്ക് ഇപ്പൊ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മെസ്സി ആയിട്ട് അവിടെ ഇരിക്കും. അമ്മ എപ്പോഴും പറയും അത് അവിടെ കറക്റ്റ് ആയിട്ട് എടുത്ത് വേന്ന് പറയും. ഇത് ഞാൻ ഇഷാനി പറഞ്ഞു കേട്ട അമ്മ ഒരു മറ്റേ പെർഫെക്ഷൻ ഫ്രീക്കാണ്. ഓർഗനൈസ്. എനിക്ക് മറ്റേ ഹോം സിനിമയിൽ പറയില്ലേ, നമ്മുടെ ചുറ്റുപാടും അലങ്കോലമായിട്ട് കിടന്ന അത് നമ്മുടെ മനസ്സിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറയില്ല. എനിക്ക് അങ്ങനെയാ. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ പോലും മെസ്ഡ് ആയിട്ടാണ് ഫ്രണ്ടിന്റെ റൂം ഇരിക്കുന്നത്. ഞാൻ ചോദിക്കും ഞാൻ ഇവിടെ ഒന്ന് നീറ്റാക്കി. എനിക്ക് ഒരു സ്ഥലം ക്ലട്ടേർഡ് ആയിട്ടിരുന്നാൽ എനിക്ക് അവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ താമസിക്കുന്ന ഒക്കെ ഒരു സ്ഥലമാണെങ്കിൽ എനിക്ക് ഭയങ്കര നീറ്റ് ആയിരിക്കണം, എല്ലാം അതിൻ്റെതായ സ്പേസിലായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ക്ലട്ടേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ആ സ്പേസിൽ എനിക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല, എനിക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ വീട് ഞാനിങ്ങനെ വൃത്തിയാക്കി എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഞാൻ പോകുന്നത് ഇവരുടെ ചപ്പും ചവറും എടുത്ത് മാറ്റി വെക്കുന്നതിലാണ്. കാരണം പണ്ട് ഞാൻ അടി ഉണ്ടാക്കും, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ നോക്കും. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഞാൻ ആ ജോലി അങ്ങ് ചെയ്താൽ നിങ്ങളുടെ മാറ്റിയാൽ പോരെ. കാരണം അത് എൻ്റെ പ്രശ്നമാണ്. കാരണം ഇറ്റ്സ് ഫൈൻ, സം പീപ്പിളിന് ഈ അലങ്കോലത്തിൽ ജീവിക്കാൻ ഇഷ്ടമാണ്, എനിക്കത് പറ്റില്ല. സോ അത് എൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വീട്ടിൽ താമസിക്കുന്നത് വരെ ഐ ഹാവ് ടു മേക്ക് വേ. അപ്പം ഐ ഫൈൻഡ് പീസ് ഇൻ ക്ലീനിങ് ദ ഹൗസ്. അപ്പൊ ഇവരുടെ എന്ത് കാണാതെ പോലും ഇപ്പൊ എന്നോട് ചോദിക്കും. ഞാൻ പറയും ഹലോ, ഞാൻ വീട് വൃത്തിയാക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്ത് കാണാതെ പോയാലും അതിന് ഉത്തരവാദിത്വം ഞാനല്ല. ആണല്ലേ? ഇങ്ങനെ ഇതേ എക്സ്ക്യൂസുകൾ, അതായത് അമ്മു ഇങ്ങനെ ഫുൾ ടൈം വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഗുസ്തി പിടിക്കുന്നത് ഹൻസു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ അമ്മൂനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ആയിപ്പോ. ഞാൻ അമ്മൂനെ പറഞ്ഞു അമ്മു പ്ലീസ് ഇന്ന് ഞാൻ ചെയ്യും, ഇന്നത്തെ ദിവസം തീർന്നതിന് മുന്നേ ഞാൻ ചെയ്യും. അതെന്നും കൊടുക്കും, അതെന്നും ഞാൻ പറയും. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ചെയ്തേ, രാവിലെ ഞാൻ വരുമ്പോ അത് കാണത്തില്ല. ആണല്ലേ? ഞാൻ പറയും ഇപ്പൊ പറ്റില്ല പിന്നെ ചെയ്യാം, ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അങ്ങനെ മാത്രം. കാരണം ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഒക്കെ ആവും വീട് അലമ്പാവുമ്പോ. ആണോ? എനിക്ക് ഭ്രാന്താവും, കൺട്രോളൊക്കെ പോകും, എനിക്ക് ഭയങ്കര ഭ്രാന്താവും. അത് ശരിയാണ്. ഓമി ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വരാൻ നേരത്തേക്ക് അതിന്റെ AC വെന്റ് വരെ തുടച്ചത് അഹാനയാന്ന് കേട്ടിരുന്നു. സത്യമാണോ? അതെങ്ങനെ അറിഞ്ഞു? അല്ല അമ്മ പറഞ്ഞു. അങ്ങനെ വരെ ചെയ്തത് അഹാന തന്നെയായിരുന്നോ? എനിക്ക് ബിക്കോസ് ബേബീസ് കമ്മിങ് ടു ദ ഹൗസ് റൂം, അവിടെ ഒരു പൊടി ഉണ്ടാവരുത്. ഇപ്പൊ നമ്മൾ എല്ലാ ചട്ടിയും പെട്ടിയും വേസ്റ്റും കൂടി ബെഡിന്റെ അടി കയറ്റി വെച്ചാൽ അതിന് ലോജിക് ഇല്ല. റൂം ഹാസ് ടു ബി ക്ലീൻഡ്. നമ്മൾ കേർട്ടൻസ് തുറന്ന് പൊടി മാറ്റി, എനിക്കെല്ലാം ഭയങ്കര നമ്മളൊരു സ്ഥലം വൃത്തിയാക്കുമ്പം എല്ലാ കുപ്പയും കൂടി എടുത്ത് എങ്ങോട്ടെങ്കിലും കുത്തിക്കയറ്റി വെച്ച് ജസ്റ്റ് ഇത്ര ഒരു ബ്ലോക്ക് ക്ലീൻ ചെയ്യുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥം ഉണ്ടാവണം. നമ്മൾ 360 ഡിഗ്രി ആയിട്ട് അത് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് പ്രാന്ത് എനിക്കുണ്ട്. അപ്പം അതങ്ങനെയാണ്, ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ഹൻസുന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചെയ്യൊക്കെ ചെയ്യും. പക്ഷെ അമ്മ പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ പറയും എനിക്കിപ്പോ പറ്റില്ല പിന്നെ ചെയ്യാം. ഇവരെന്നെ കാണാറുണ്ട് ഞാനും ഏതെങ്കിലും ഏരിയ ഒക്കെ വൃത്തിയാക്കുന്നത്. അങ്ങനെ ഇരിക്കവേ ഒരു ക്ലീനിങ് പ്രേതം ഹൻസികയുടെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക്. അന്ന് അവളെല്ലാം കൂടി വാരി വലിച്ച് താഴെ ഇട്ട് വൃത്തിയാക്കലൊക്കെ ചെയ്യും. ഞാൻ എന്ന് ഞാൻ ആ പ്രേതത്തിലാണ് നടക്കുന്നത്. ആ പ്രേതത്തെ കൊണ്ടാണ് നടക്കുന്നത്. ഹൻസു ഇതുവരെ കൊടുത്തിട്ടുള്ള ദ ബെസ്റ്റ് ഗിഫ്റ്റ് എന്തായിരിക്കും?
ആർക്കാണെങ്കിലും ഹൻസു തന്നെ കാര്യമായിട്ട് ഹൻസുവിന് ഏറ്റവും ബർത്തായി തോന്നി കൊടുത്ത ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണേക്കാട്ടിലും ഞാൻ കാർഡ്സ് ഉണ്ടാക്കും എല്ലാവരുടെയും ബർത്ത്ഡേക്ക്. പ്രൈസ്ലെസ്. താങ്ക് യു. ഞാൻ ആക്ച്വലി കുഞ്ഞിലേ തൊട്ട് ചെയ്യുന്നതായിരുന്നു. കാരണം കുഞ്ഞിലേ എനിക്കൊരു കാർഡ് മേടിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ, എനിക്ക് ഉണ്ടാക്കാനല്ലേ പറ്റും. അപ്പോൾ എൻ്റെ ഉള്ള ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഞാൻ മറ്റേ ഇങ്ങനെ പൂക്കളും ബട്ടർഫ്ലൈ ഒക്കെ കട്ടൗട്ടൊക്കെ ചെയ്ത് എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കൊടുക്കും. അപ്പം അമ്മൂൻ്റെ അമ്മയുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷവും നമ്മുടെ ബർത്ത്ഡേക്ക് ഹൻസിക ഒരു കാർഡ് തന്നില്ലെങ്കിൽ നമുക്ക് വിഷമമാവും. അയ്യോ, കാരണം നമ്മൾ കൊച്ചായിരിക്കുമ്പോ തൊട്ടേ ചാർട്ട് പേപ്പറിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് അപ്പൊ ആ കാർഡ്സ് ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. ഇവള് വലുതാവും തോറും ഇവൾ ആ കാർഡിൽ എഴുതുന്ന കാര്യങ്ങളും ഇവോൾവ് ആവും. അപ്പം ഇവള് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളതിലെ ഏറ്റവും മീനിങ് ഗിഫ്റ്റ് ആണ് ഇവള് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന കാർഡ്സ് ആണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആഹാരം വീട്ടിലുണ്ടാക്കിയ ഒരു വഴക്ക് എന്താണ്? സാധനങ്ങൾ വെക്കാത്ത അത് തന്നെയായിരിക്കും. സാധനങ്ങൾ അലങ്കോലായിട്ട് ഓർഗനൈസ് ചെയ്യാത്ത അതാണ്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം വീട് ക്ലട്ടേർഡ് ആയിട്ട് കിടന്ന ഐ ജസ്റ്റ് ഗോ മാഡ്. ഞാൻ വന്ന പാടെ ഡ്രസ്സ് പോലും മാറ്റാതെ ഞാൻ അത് വൃത്തിയാക്കും. പക്ഷെ സത്യത്തിൽ ഇപ്പൊ ഈ ആഹാരം വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള എന്റെ മിക്സി എന്റെ ഗ്രൈൻഡർ അമ്മു എത്താറാവുന്ന കേൾക്കുമ്പോൾ ഞാൻ മറ്റേ പതുക്കെ റൂമിലൊക്കെ പോയി എന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ തുടങ്ങും. കാരണം അമ്മ വന്ന് പറയുന്നത് എനിക്കറിയാം. അമ്മ ഒന്ന് പറയാതിരിക്കാൻ. എനിക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഡൈനിങ് ടേബിൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പം അതിൽ ഈ ജീപ്പ് സോപ്പ് തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് പ്രാന്താവും. അങ്ങനെ അതെങ്ങനെ പറ്റോടെ? കാരണം എന്താ വെച്ചാൽ ഒരു വീട്, ഇത്രയും ആൾക്കാരുള്ള ഒരു വീട്, അവിടെ ഇങ്ങനെ അത് ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് പറഞ്ഞോണ്ടിരിക്കാതെ തന്നെ എങ്ങനെ പറ്റുന്നേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസത്തിൽ എന്റെ പകുതി സമയം ഞാൻ ഇങ്ങനെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യാൻ, അതങ്ങനെ ആയിപ്പോയി. ഈ OC വീട്ടിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും എന്തായിരുന്നു ഹൻസുവിന്റെ മനസ്സിലൂടെ പോയത്? എന്തായിരുന്നു ഇത്? OCയുടെ കല്യാണം കഴിഞ്ഞു, അവള് മാറി, വീട്ടിൽ ഒരാളുടെ ഒരു വോയിഡ് വന്നില്ലേ? അത് ഇപ്പൊ നമ്മള് 6 പേരും പണ്ട് ഒരുമിച്ചായിരുന്നു റൂമിൽ ഉറങ്ങുന്നത്. അപ്പൊ ഇഷാനി ഞാൻ OC ഒരു വലിയ ബെഡിലായിരുന്നു കിടക്കും. അപ്പൊ എന്റെ ഇപ്പഴത്തെ കമ്പാനിയൻ, ലെഫ്റ്റ് സൈഡ് കമ്പാനിയൻ ആയിരുന്നു OC. അപ്പൊ ഓഫ്കോഴ്സ് OC കല്യാണം കഴിച്ച് വേറെ അപ്പാർട്ട്മെന്റിൽ പോയപ്പോഴത്തേക്ക് ഞാനും ഇഷാനി ഇപ്പോൾ ഉള്ളൂ. പണ്ട് കുഞ്ഞിലായിരുന്നപ്പോൾ OC എനിക്ക് രാത്രി കഥയൊക്കെ പറഞ്ഞു തരും. ഉറക്കമൊന്നും ഇല്ലെങ്കിൽ എന്ന് കഥയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ OC പോയ ടൈമൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ OC എപ്പോൾ വീട്ടിൽ വന്നാലും ഭയങ്കര കോമഡി അല്ലേ OC. അപ്പോൾ OC ഭയങ്കര എൻ്റർടൈൻ ആക്കി. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കുറയും. പക്ഷെ OC ഇടയ്ക്കിടയ്ക്ക് ഓമീനെയും കൊണ്ട് വീട്ടിൽ വരും. അപ്പോഴാണ് ഇങ്ങനെ വീട് ഫുൾ ഇങ്ങനെ ബ്രൈറ്റ് ആവും. എന്തായിരുന്നു മൊത്തത്തില് ഞാൻ ഇഷാനി പറഞ്ഞു കേട്ടതാണ്, അഹാനയുടെ കൂടെ ആർക്കും കിടക്കാൻ താല്പര്യമില്ല, അതിനൊരു കാരണമുണ്ട് എന്ന് കേട്ടു. എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു പില്ലോ വെക്കണം. അപ്പൊ തന്നെ ബെഡ് സൈസ് തീരും. നമ്മള് കാശ്മീരൊക്കെ പോയപ്പോ ഞാൻ ഹൻസു അടിയൊക്കെ ആയി അതിന്റെ. അതെനിക്ക് ഐ എം എ വെരി പെർട്ടിക്കുലർ പേഴ്സൺ. എനിക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എനിക്ക് ഉറങ്ങുമ്പോൾ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു പില്ലോ വേണം, അപ്പുറത്തെ സൈഡിൽ ഒരു പില്ലോ വേണം. കാരണം എനിക്ക് ഇങ്ങനെ ഒരു പില്ലോ ഉണ്ടെങ്കിൽ ബാക്കിന് ഒരു സപ്പോർട്ട് കിട്ടും. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ ഇങ്ങനെ എന്നെ തന്നെ കംഫർട്ടബിൾ ആക്കിയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ഓരോ കൊച്ചു കൊച്ചു നിർബന്ധങ്ങളുണ്ട്. അപ്പം അത് കാരണം ഇപ്പൊ ഇവരുടെ കൂടെ ബെഡിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും പില്ലോ വയ്ക്കുമ്പം അത് കുറച്ച് കൺജസ്റ്റഡ് ആവും. അവിടെ എങ്ങനെയാ ഒരു കിടക്കാന്ന് പറഞ്ഞാൽ കട്ടില് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു മെത്തേ കിടക്കുന്നത്. അതാകുമ്പോ എനിക്ക് എത്ര പില്ലോ വേണമെങ്കിലും വെക്കാലോ. ഞാൻ കേട്ടു 4 സൈഡിലും പില്ലോയിലാണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ ഒരെണ്ണം വെക്കും, ഇവിടെ ഒരെണ്ണം വെക്കും, ഇവിടെ ഒരെണ്ണം വെക്കും. അങ്ങനത്തെ ഒരു ഞാനൊരു പെക്യൂലിയർ പേഴ്സൺ ആണ് ആക്ച്വലി. അപ്പൊ അതിപ്പോ ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ കിടക്കണമെന്നില്ല, ഇവർക്കും എന്നോട്. നമ്മളൊക്കെ ഒരു റൂമിലാണ് കിടക്കുക. പക്ഷെ ഇവര് ബെഡിൽ കിടക്കും, ഞാൻ താഴെ ഒരു മെത്ത ഇട്ടിട്ട് കുഷനൊക്കെ വെച്ച് പില്ലോ ഒക്കെ വെച്ച് രാജാവിനെ പോലെ ഇങ്ങനെ അമ്മൂന് മാത്രം എന്താ ഇങ്ങനെ ഒരു കൺസിഡറേഷൻ എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ? കൺസിഡറേഷൻ ഇവര് ബെഡിൽ ഞാൻ തറയിൽ നമ്മൾ അമ്മു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നോണ്ട് ആ ബെഡിൽ 2-3 പേർക്ക് കിടക്കാം. അമ്മു ഒറ്റ കിടന്ന ബെഡിൽ ഒരാളിനെ കിടക്കാൻ പറ്റും, അത്രേ. പക്ഷെ എനിക്കിതൊക്കെ ഈ പ്രാന്തൊക്കെ ഉള്ളതിന് മുമ്പേ ഞാൻ താഴെ പോകാൻ മെത്തയിലാണ് കിടക്കുന്നത്. ആണോ? അതെന്താടാ അറിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര മറ്റേ BMW ഒക്കെ ഓടിച്ച നടക്കുന്നത്. പക്ഷെ വീട്ടില് തറയിൽ മെത്തയിട്ടാ കിടക്കുന്നത്. വേറെ മുറിയുണ്ട്, മുറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷെ കുഞ്ഞിനെ തൊട്ടേ അതായിരുന്നു എന്റെ സ്ലീപ്പിംഗ് പൊസിഷൻ. അവിടെ അങ്ങ് കിടന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്നാലും എനിക്ക് വീട്ടിൽ ആ തറയിൽ ആ മെത്തയിട്ട് കിടക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം, ആ ഉറക്കം എനിക്ക് കിട്ടാറില്ല. എനിക്ക് അവിടെ കിടക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും
ഇപ്പൊ വേറൊരു ഫ്ലാറ്റിലൊക്കെയോ ഒക്കെ എന്തെങ്കിലും മാറിക്കഴിയുമ്പോൾ ഇത് പറ്റില്ലല്ലോ. അപ്പം ഇവിടെ വീട്ടിൽ ഇനി ഞാൻ എപ്പോൾ വന്നാലും ഞാൻ തറയില മെത്തേ തന്നെ ആയിരിക്കും കിടക്കുന്നത്. എല്ലാ ട്രിപ്പും പോകുന്നതിന് മുമ്പ് വെർച്വലി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാവും. കാരണം ഞാൻ അവിടെ എത്തുമ്പം രണ്ടാമത്തെ പ്രാവശ്യം പോകുന്ന പോലെ ഞാൻ പറയും ഇതാ കട, ഇതാ സ്ട്രീറ്റ്. ആൻഡ് ഇവരെന്നോട് ഡൗട്ട്സ് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ. നമ്മളമ്മോട് ചോദിക്കാം ഇതെവിടെയാ അമ്മ, എനിക്കെങ്ങനെ അറിയാം, ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ലേ. ഈ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ കാണാൻ പോയ ആ ഒരു ഇൻസിഡന്റ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൺട്രിയുടെ പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു എല്ലാവർക്കും അല്ലെങ്കിൽ എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഈ ഓമീനൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഫോട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമെന്നൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഞാൻ വിചാരിച്ച ഗ്ലിച്ച് ആണെന്നാ. നമ്മളിലോട്ടെ അങ്ങനെയാ, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഒക്കെ മുന്നിൽ കയറി നിന്ന് അടി ഉണ്ടാക്കി. അതാണ് എൻ്റെ ഒരു ഇത്. വൈദ്യരത്നം കുങ്കുമാതി തൈലം, കുങ്കുമത്തിനൊപ്പം തിളങ്ങട്ടെ സൗന്ദര്യം.